എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഇന്നലെ തയ്യാറാക്കിയിട്ടുള്ള ഗ്രേവി വെച്ചിട്ട് ഇന്നും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും നല്ലൊരു വറുത്തരച്ച കടലക്കറിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഗ്രേവിയുടെ വീഡിയോസ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ ലിങ്ക് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കടലക്കറി ആവട്ടെ, മീൻകറി ആവട്ടെ, ഇറച്ചിക്കറികളാവട്ടെ എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി ഗ്രേവിയാണ്. ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ അതൊന്ന് ചിരട്ടയിൽ നിന്നും അടന്നു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ തേങ്ങ ഒന്ന് പൊടിയായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് വറുത്തരച്ച് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് 2 സ്പൂൺ അളവിൽ ചേർക്കുവാണെങ്കിൽ കറികൾക്ക് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതും നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്ന കറികളുടെ സ്വാദ് നമുക്ക് ഓർമ്മിക്കുവാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള വറുത്തരച്ച നാടൻ കടലക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വറുത്തരച്ച കടലക്കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് കടല എടുത്തിട്ടുള്ളത്. രാത്രിയിൽ കടല കുതിർത്തിയെടുക്കാൻ മറന്നു പോയിട്ടുള്ളത് കൊണ്ട് രാവിലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുള്ളത്. എന്നെപ്പോലെ ആരെങ്കിലും കടല കുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 മണിക്കൂർ നേരം ഒന്ന് കടല കുതിർത്തിയെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ കുതിർത്തിയ കടലയെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വെന്തുവരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു സവാള കട്ട് ചെയ്ത് കൂടെ ചേർക്കുന്നുണ്ട്. കടലക്കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരു സവാള ചേർത്ത് വേവിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കടലക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടുന്നതുമാണ്. സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 5 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചുകൂടി എടുക്കാം. 5 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ കടല വെന്തു വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ കൊത്തും 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഓടിന്റെ ചീനച്ചട്ടി ആയതുകൊണ്ടിട്ട് വളരെ എളുപ്പത്തിലാണ് നമുക്കിത് വഴറ്റിയെടുക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തും വറവൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കേണ്ടത്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. സവാള കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ കറികൾക്ക് കൂടുതൽ രുചി കൂട്ടുന്നതിനായിട്ട് സവാള നല്ല മെറൂൺ കളറിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള നല്ല പോലെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കടലക്കറിക്ക് നല്ല സ്വാദും നല്ല കൊഴുപ്പും കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവില് കടലമാവും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ പൊടികളെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലേക്കാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് പൊടികളെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊടികൾ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ചേർക്കേണ്ടത്. നമ്മൾ രാവിലെ 1 മണിക്കൂർ നേരമാണ് കടല കുതിർത്തിയെടുത്തിട്ടുള്ളത്. എങ്കിലും നല്ല പഞ്ഞി പോലെ തന്നെയാണ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതെല്ലാം കൂട്ടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് നേർപ്പിച്ചു കൂടി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കടലക്കറി നല്ലതുപോലെ പാകമായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ് ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 10 പേർക്ക് തയ്യാറാക്കാൻ പറ്റിയ അളവിലാണ് കടലക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 3.5 സ്പൂൺ അളവിലാണ് ഗ്രേവി കറിയിലേക്ക് ചേർത്തിട്ടുള്ളതും. അതിനുശേഷം അതേ കയ്യിൽ വെച്ച് തന്നെ കറി നല്ല
നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കടലക്കറി ഇവിടെ തയ്യാറാണ്. ഗ്രേവി കറിയിലേക്ക് ചേർക്കുമ്പോൾ കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. നമ്മൾ നല്ലവണ്ണം തന്നെ വറുത്തരച്ചെടുത്ത അരപ്പാണ്, അതുകൊണ്ട് ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജില്ലാത്ത സ്ഥലങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുക എന്നത്. ഫ്രിഡ്ജില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ ചേർക്കാതെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുത്ത തേങ്ങയെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും. ആ ഒരു പൊടി നമ്മൾ മസാലകൾ മൊരിക്കുന്ന സമയത്ത് 2 സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമാണ് തനി നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറി. പഴയകാല രുചികൾ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും വറുത്തരച്ച കറികളൊക്കെ തയ്യാറാക്കി എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഈ ഒരു കറിയുടെ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ചാനൽ ഫോളോ ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.